കാത്തിരുന്ന് ക്രിസ്മസും കഴിഞ്ഞു, 2025 കഴിഞ്ഞു. എന്തൊരവസ്ഥയല്ലേ! കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും 2025 ആവുന്നതും 2026 ഇനി ആവാൻ പോകുന്നതും. എന്തായാലും ഈ വർഷത്തെ ക്രിസ്മസും വളരെ ഗംഭീരമായിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ ആഘോഷിച്ചത്. കുട്ടിക്കാലത്തൊക്കെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ വെക്കേഷനാണ്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും സ്കൂൾ തുറക്കലും പേപ്പർ കിട്ടലും ഒക്കെ ആയിട്ടുള്ള ചടങ്ങുകളായിരുന്നു. കുറച്ചും കൂടെ വലുതായപ്പോഴത്തേക്കും ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരാനുള്ള ഒരു ആവേശമായിരുന്നു. വീട്ടിൽ ക്രിസ്മസിന് മിക്കവാറും ലേറ്റ് ആയിട്ട് എണീക്കലും അച്ഛൻ്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കൊക്കെ ആയിരിക്കും മിക്കവാറും പോയിരുന്നത്. പിന്നെ വലുതായി തുടങ്ങിയപ്പോഴത്തേക്കും ടി വിയിലും മൊബൈലിലും ആയിട്ടുള്ള ക്രിസ്മസുകളായിട്ട് മാറിയിട്ടോ. പക്ഷെ ഞങ്ങളുടെ അവിടെ ക്ലബ്ബുകളിലൊക്കെയുള്ള കുട്ടികൾ കരോളൊക്കെ ആയിട്ട് ക്രിസ്മസിൻ്റെ തലേ ദിവസവും അതിൻ്റെ തലേ ദിവസമൊക്കെ വരും. പിന്നെ എല്ലാവരും കൂടെ വീട്ടിലൊരു മേളാണ്. എല്ലാ വർഷവും എൻ്റെ വീട്ടിൽ ഞങ്ങൾ എല്ലാ ആഘോഷങ്ങളും ഒരുമിച്ചായിരുന്നു കേട്ടോ ആഘോഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ ക്രിസ്മസൊക്കെ എനിക്ക് വല്ലാത്തൊരു സങ്കടമായിരുന്നു. ആരുമില്ല, നമ്മൾ 4-5 പേര് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ക്രിസ്മസുകളും എൻ്റെ ഈ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലിയുടെ കൂടെയാണ് കേട്ടോ. അങ്ങനെ പതിവ് തെറ്റിക്കാതെ കുപ്പി പൊട്ടിച്ചുകൊണ്ട് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷം തുടങ്ങി. ഈ പ്രാവശ്യം ബ്ലാക്ക് ലേബിളാണ്. ആശാൻ ആർക്കും ഒരു പാർഷ്യാലിറ്റി വരുത്താതെ എല്ലാവർക്കും തുല്യ അളവിൽ അളന്നു മുറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഞങ്ങളെല്ലാവരും പറഞ്ഞത് ഞങ്ങൾക്കൊന്നും ഇല്ലെന്ന്. അടുക്കളയിൽ പോയി നോക്കിക്കോളാൻ പറഞ്ഞപ്പോൾ ദേ ഇരിക്കണു നമ്മുടെ ഫുഡ്. നമുക്കതാണല്ലോ മെയിൻ. പോർക്കും ചിക്കനും ബീഫും കല്ലുമ്മക്കായയും നല്ല മീൻകറിയും പിന്നെ മോരുകറിയും ക്യാബേജ് തോരനും. ഇതൊന്നും പോരാണ്ട് ഹൈദരാബാദി സ്പെഷ്യലായിട്ടുള്ള ബംഗാര റൈസും മട്ടൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ഒരാൾ മാത്രമല്ല ഉണ്ടാക്കിയത്. നമ്മൾ ചെറിയൊരു പോട്ട്ലക്കാണ് എല്ലാ പ്രാവശ്യത്തെയും പോലെ നടത്തിയത്. അതാവുമ്പോൾ ഒരാൾ മാത്രം കഷ്ടപ്പെടണ്ടല്ലോ. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു വലിയ സദ്യ, നോൺ വെജിറ്റേറിയൻ സദ്യ തന്നെയാണ് കേട്ടോ നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് വൈനും സ്പാർക്ലിംഗ് വാട്ടറും ഒക്കെ കൂടി എടുത്തു. പിന്നെ കുടുംബത്തിൽ ഒരേ ഒരു വ്ളോഗർ ഞാനായതുകൊണ്ടും എനിക്ക് കുറേ വ്യൂസ് കിട്ടട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കളയാൻ വെച്ചിരുന്ന ആക്രിക്കാർക്ക് കൊടുക്കാൻ വെച്ചിരുന്ന കുപ്പികൾ വരെ വെള്ളം സെറ്റാക്കിയിട്ട് ചേച്ചി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്താണ് ചെയ്യുക? അതിൻ്റെ ഇടയിൽ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് 2 റോസപ്പ് കൊണ്ടുവന്ന് വെക്കാമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പോയിട്ട് 2 റോസൊക്കെ കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന് വെച്ചത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കുറച്ച് വൈനും സ്പാർക്ലിംഗ് വാട്ടേഴ്സും ജ്യൂസും നമ്മുടെ ഡ്രിങ്ക്സും എല്ലാം ആയിട്ട് ഒരു ഗംഭീര ദിവസമായിട്ട് അങ്ങോട്ട് തുടക്കം കുറിച്ചു കേട്ടോ. നല്ല രസമുള്ള ഒരു ദിവസം തന്നെയായിരുന്നു. കാരണം ഏതാണ്ട് ഒരു 11-12 മണിയായപ്പോഴത്തേക്കും നമ്മൾ തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് ഏതാണ്ട് 9-9:30 മണിക്കാണ് കേട്ടോ നമ്മളെല്ലാം കൂടെ വൈൻഡപ്പ് ചെയ്തത്. വേസ്റ്റ് ഗ്ലാസ് കൊണ്ട് പോവുകയാണോ എന്നും ചോദിച്ചിട്ട് ചേച്ചിയെ വൈറലാക്കട്ടെ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു കഷ്ണം വീഡിയോ എടുത്തിട്ട് ഇതിനകത്ത് ഇട്ടത്. ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇവളെ വിശ്വസിക്കാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പോൾ ഇവള് വീഡിയോ എടുത്തിടുന്നു. അങ്ങനെ ഒരുപാട് നേരത്തെ വർത്തമാനങ്ങൾക്കൊക്കെ ഒടുവിൽ ഏതാണ്ട് ഒരു 3-4 മണിയായപ്പോഴാണ് കേട്ടോ നമ്മളെല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചത്. ഇതിൻ്റെ ഇടയിൽ ശ്രീബ്രോയുടെയും തുളസിയുടെയും ഫ്രണ്ട്സായിട്ടുള്ള വെങ്കിട്ടും സംഗമിത്രയും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ്. പക്ഷേ അവരും നമ്മുടെ അതേ വൈബിന് പറ്റിയ ആൾക്കാരാണെന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. ക്രിസ്മസ് എന്ന് പറയുന്ന ആഘോഷം ഇതൊക്കെ തന്നെയല്ലേ അല്ലേ? അപ്പം ശരി, പിന്നെ കാണാം കേട്ടോ.